ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബർനാഡ് ഓർമ്മപ്പെടുത്തും, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പിശാചിന് പേടിയാണ്. നരകം പറയ്ക്കുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയം. ഇത്ര ലളിതമായൊരു പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ അത്ഭുതമുണ്ടെന്ന് സങ്കല്പിക്കാനാവുമോ? സ്വർഗത്തിൻ്റെ പ്രത്യേകത ഈ ലളിതവും സുന്ദരവുമായ ആത്മീയത കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി അതിജീവിക്കാൻ വഴിയൊരുക്കുന്നു എന്നതാണ്. അറിഞ്ഞുമറിയാതെയും പലപ്പോഴും നമ്മൾ ഈ കൂടുതൽ സങ്കീർണ പ്രശ്നങ്ങളുടെ ഭാഗമായി ജീവിച്ചു കടന്നു പോകുന്നു. വചനം പോലും ഓർമ്മപ്പെടുത്തും, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. സങ്കീർണ പ്രശ്നങ്ങളൊക്കെയും അവൻ്റെ സൃഷ്ടിയാണ്. ഈ പ്രശ്നങ്ങളുടെ മേൽ പറന്നുയരാൻ കഴിയുന്ന അതിജീവനത്തിൻ്റെ ചിറകായിട്ട് ആത്മീയതയെ, പ്രത്യേകിച്ചും ജപമാലയെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. പ്രശ്നത്തിന് എൻ്റെ ജീവിതത്തിൽ നിശ്ചയമായും ഇടമുണ്ടാകാം. അതിനെ ഇരുത്തേണ്ടതുപോലെ ഇരുത്താൻ, കൈകാര്യം ചെയ്യേണ്ട വിധം അമ്മയ്ക്കൊപ്പം ആത്മീയതയ്ക്കൊപ്പം കൈകാര്യം ചെയ്യാൻ നമ്മളൊന്ന് പഠിച്ചാൽ മതി. ഓടിയൊളിക്കുന്നവനല്ല പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവൾ, മറിച്ച് അതിനെ അഭിമുഖീകരിക്കുകയും ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തക്ക വിധമുള്ള ഒരു മാറ്റം, ഒരു ശൈലി, അതിനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കണം. ഈ ചെറു ജീവിതത്തെ 10-30,000 ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന, അതിൽ ഉറക്കവും ഭക്ഷണവും വിശ്രമവും ഈ ശൈശവവും ബാല്യവുമൊക്കെ കഴിഞ്ഞ് അധ്വാനിക്കുന്ന ഒരു ചെറുകാലം മാത്രമുള്ള ജീവിതത്തിൽ നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തുന്ന, സങ്കടക്കടൽ തീർക്കുന്ന അനുഭവങ്ങളിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി അമ്മയോട് തന്നെ പറയാം, പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ അമ്മ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ, അങ്ങനെ സകല വിധത്തിലുള്ള ബന്ധനങ്ങൾ വഴിക്കാൻ. അമ്മയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ബനമഞ്ചർ പുണ്യവൻ പറഞ്ഞില്ലേ, പ്രപഞ്ചത്തിലെ മുഴുവൻ വെള്ളവും ചേർത്ത് വെച്ച് അതിന് കടലെന്ന് പേരിട്ടു, കൃപകളെല്ലാം ചേർത്ത് വെച്ച് അതിന് മറിയമെന്ന് പേരിട്ടു. ഇങ്ങനെ സ്വർഗം എനിക്കും നിങ്ങൾക്കുമായിട്ടൊരുക്കുന്ന ഈ കൃപകളെ സ്വീകരിക്കാൻ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ നമ്മളിലേക്ക് സ്വർഗത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വഴി പിശാചുക്കൾ ഓടുന്നു, നരകം വിറകൊള്ളുന്നു. ഇത്ര ലളിതമായി ഈ പ്രാർത്ഥനയെ ഏറെ കൃപയോടൊന്ന് ചേർത്ത് പിടിച്ച് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യങ്ങളാകാൻ അമ്മ പ്രാർത്ഥിക്കണേ. അമ്മ മാതാവേ, തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.